ഓണമൊക്കെ അടുത്തെത്താറായല്ലേ. അതിനായിട്ട് നമുക്ക് കുറച്ച് ശർക്കര വരട്ടി ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ ഏത്തക്കയാണ്. അത് നമുക്ക് തൊലി കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞ് നമ്മൾ ഉപ്പുവെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്. അത് കഴുകി വാരി ഒരു കിണത്ത പാത്രത്തിൽ വെക്കാം. ഇനി നമ്മളത് അരിഞ്ഞെടുക്കണം. ഏത്തക്ക നടുവേ കീറി അരിയണം. ഒരേ കനത്തിൽ അരിയണം, എന്നാലേ ഒരേപോലെ മൂത്ത് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഏത്തക്ക ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒന്നോടെ കഴുകിയെടുക്കണം. ശരിക്കും കറ പോവാനാണ്. ഇത് കുത്തരി വറുത്ത് പൊടിച്ചതാണ്. 1 കിലോ ഏത്തക്കയ്ക്ക് ഞാൻ 200 ഗ്രാം ബെല്ലാണ് എടുത്തേക്കുന്നത്. പിന്നെ ചുക്കുപൊടി വേണം, ജീരകം പൊടിച്ചത് വേണം, പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ശർക്കര വരട്ടിയാക്കാൻ വേണ്ടത്. ഇനി ഒരു ചൂടായ പാനിലേക്ക് വറക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് കായ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ കായൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇനി നമുക്കൊരു വലിപ്പമുള്ള പാത്രം എടുക്കണം. അത് ചൂടായ ശേഷം നമ്മൾ പാനിയാക്കി വെച്ച വെല്ലം അരിച്ചൊഴിക്കണം. അത് കഴിഞ്ഞ് അതിലേക്ക് ഞാനൊരു 4 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിലൊന്ന് കുറുകി വരട്ടെ. നമ്മുടെ ശർക്കരയൊക്കെ കുറുകി ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച് കായ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ ശർക്കര പാനിയൊക്കെ നല്ല രീതി കുറുകി വന്ന് കായലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയമാണിപ്പോൾ. അതിനായിട്ട് നമ്മൾ വറുത്ത് വെച്ച അരിപ്പൊടിയിലേക്ക് ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും ജീരകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കണം. അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അന്നേരം കുറച്ച് ഡ്രൈ ആവാൻ തുടങ്ങും. പൊടിയെല്ലാം ഒന്നിച്ചിടാതെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബാക്കിത്തെ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം. കുത്തിരിയുടെ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി വറുത്ത് പൊടിച്ചത് ഇടാട്ടോ. നിറയെ മധുരവും ചെറിയ എരിവും ചേർന്ന് നമ്മുടെ ഓണവിഭവമായ ശർക്കര വരട്ടി റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ടിപ്സും നിങ്ങളും ഫോളോ ചെയ്യണം. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.